അടുത്തത് നമുക്ക് പറയാനുള്ളത് ഡോപ്ലർ എഫക്റ്റ് ഇൻ ലൈറ്റ്. നമ്മൾ ഡോപ്ലർ എഫക്റ്റ് ഇൻ സൗണ്ട് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ലിസണർ നിൽക്കുമ്പോൾ ട്രെയിൻ ഹോൺ അടിച്ചുകൊണ്ട് വരുന്നു, ദർ ഈസ് എ അല്ലേ, ഒരു അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോപ്ലേഴ്സ് എഫക്റ്റ് ഇൻ ലൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു ലൈറ്റ് സോഴ്സ് വേണം, ഒരു ഒബ്സർവർ വേണം. നമുക്ക് എന്താണ് ആ ഫിനോമിന എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് എഫക്റ്റ്, ഈ എഫക്റ്റ് പ്രകാരം വെനെവർ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ വൺ അറ്റ് എ ടൈം, അതാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞത്, ബിറ്റ്വീൻ എ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഒബ്സർവർ. സോഴ്സ്, ഒബ്സർവർ ഇവരിൽ ഏതെങ്കിലും ഒരെണ്ണം സ്റ്റേഷനറിയും ഒരെണ്ണം മൂവ് ടുവേർഡ്സ് ഓർ എവേ മൂവ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ the apparent frequency of light, അപ്പോഴത്തെ effective frequency of light received by the observer is different from the true frequency of light emitted from the source. See, ഞാനൊരു എക്സാമ്പിളിലൂടെ പറയുകയാണ്. ഒരു കാൻഡിൽ ലൈറ്റ് ഞാനിവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കാൻഡിൽ ലൈറ്റ്. ഐ ആം ദ ഒബ്സർവർ. ഇതാണ് ഒബ്സർവർ. ദിസ് ഈസ് ദ ഒബ്സർവർ. ഇത് ആക്ച്വലി ഇതിൽ നിന്നും ലൈറ്റ് വരുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. That is actual frequency or true frequency. If there is a relative motion between observer or source, സോഴ്സിൻ്റെ കാര്യത്തിലോ ഒബ്സർവറിൻ്റെ കാര്യത്തിലോ ഒരു മോഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇഫ് ഒബ്സർവർ ഈസ് മൂവിങ് ടുവേർഡ്സ് ഓർ എവേ ബൈ പുട്ടിങ് ദ സോഴ്സ് സ്റ്റേഷനറി ആക്കി വെച്ചുകൊണ്ട് ഒബ്സർവർ ടുവേർഡ്സോ എവേയോ പോകുന്നു, അല്ലെങ്കിൽ ഒബ്സർവർ സ്റ്റേഷനറി ആയിട്ട് നിന്നുകൊണ്ട് സോഴ്സ് എവേ ഓർ ടുവേർഡ്സ് ഓർ എവേ പോകുന്നു. ഈ രണ്ട് കേസസിലും ഒബ്സർവർ കാണുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവും. ഇതിൽ നിന്നും ആക്ച്വൽ ഫ്രീക്വൻസി ആയിരിക്കത്തില്ല ഒബ്സർവർക്ക് എഫക്റ്റ് ചെയ്യുക. അതാണ് ഡോപ്ലേഴ്സ് എഫക്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് എഫക്റ്റ്, വെനെവർ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ വൺ അറ്റ് എ ടൈം, എങ്ങനെയാവാം? ഒബ്സർവർ ടുവേർഡ്സ് ഓർ എവേ, അല്ലെങ്കിൽ സോഴ്സ് ടുവേർഡ്സ് ഓർ എവേ, source of light and observer, the apparent frequency of light received by the observer ക്ക് ഉണ്ടാവുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി is different. It's not be the same, it's different. ഇതിൽ നിന്ന് from the true frequency of light emitted from the sourceൽ നിന്ന് പുറത്തു വരുന്ന ആക്ച്വൽ ലൈറ്റ് ഫ്രീക്വൻസിയിലായിരിക്കില്ല ഈ സ്റ്റേജിൽ ഒബ്സർവർ ആ ലൈറ്റിനെ കാണുക. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ഡോപ്ലേഴ്സ് എഫക്റ്റ് ഇൻ ലൈറ്റ്. സി, റെഡ് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ് എന്നുള്ള രണ്ട് ടേംസ് നമുക്കറിയണം. എന്താണ് റെഡ് ഷിഫ്റ്റ്? ദ ഫിനോമിന ഓഫ് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ഡ്യൂ ടു ഡോപ്ലർ എഫക്റ്റ്, അല്ലേ. ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ എന്തായാലും വേവ് ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടാവും. സോ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ഡ്യൂ ടു ഡോപ്ലർ എഫക്റ്റ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്തിനെ പറയുന്ന പേരാണ് റെഡ് ഷിഫ്റ്റ്. സിൻസ് ദ വേവ് ലെങ്ത് ഈസ് in the middle of visible region of the സ്പെക്ട്രത്തിൻ്റെ മിഡിൽ ഭാഗത്താണ്. Since the wavelength in the middle of visible region of the spectrum move towards the red end of the spectrum, that's why it is called red shift. Another point, blue shift എന്തായിരിക്കും? The phenomena of decrease in wavelength due to Doppler effect കാരണം കൊണ്ട് ഉണ്ടാവുന്ന decrease in wavelength due to Doppler effect is called blue shift. അതിനെയാണ് ഞാൻ ബ്ലൂ കളറിലും റെഡ് കളറിലും മാർക്ക് ചെയ്തിരിക്കുന്നു. ഇൻക്രീസ് ആണെങ്കിൽ റെഡ് ഷിഫ്റ്റ്, ഡിക്രീസ് ആണെങ്കിൽ ഇറ്റ്സ് ബ്ലൂ ഷിഫ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഈ ഡോപ്ലർ എഫക്റ്റിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് വരികയാണ്. ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയിലുണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച്, ഡെൽറ്റ ന്യൂ ബൈ ന്യൂ, അല്ലെ, ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ ഒറിജിനൽ ഫ്രീക്വൻസി, that is fractional change in frequency equal to V radial by C. C എന്താണെന്ന് നമുക്കറിയാം. Where V radial is the component of source velocity. സോഴ്സിൻ്റെ വെലോസിറ്റി, ആ സ്പീഡ്, അതിൻ്റെ കമ്പോണൻറ്റ് ഏത് ഡയറക്ഷനിൽ? along the line joining observer to the source relative to the observer. എന്താണ്? V radial is the component of source velocity along the line joining the observer to the source relative to the observer. V radial. ഈ V radial എപ്പോഴാണ് പോസിറ്റീവ് ആവുക?
V radial is considered as positive when the source is moves away from the observer. Source observer in the away പോവാണെങ്കിൽ V radial is considered as positive, otherwise it is negative. The above formula is valid. അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്. The above formula അല്ലേ, this formula, the above formula means this formula is valid only when the speed of source is very small. പോകുന്ന സ്പീഡ് away or towards വരുന്ന സ്പീഡ് is very small as compared to that of light. ആ സോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് വളരെ സ്പീഡിലാണെങ്കിൽ this phenomena cannot be observed. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, this formula is valid only when the speed of source is very small as compared to the speed of light. സിയുമായിട്ട് നോക്കുമ്പോൾ this one will be very small. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുകൂടി നോക്കണം. ഓക്കെ.